പേരാവൂരിൽ വിജയം സുനിശ്ചിതമാണെന്ന് UDF. സണ്ണി ജോസഫ് ചുരുങ്ങിയത് 9,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് UDF മണ്ഡലം കമ്മിറ്റിയുടെ വിലയിരുത്തൽ. മണ്ഡലം കമ്മിറ്റിയുടെ അവലോകന യോഗത്തിൽ വോട്ട് കണക്ക് അവതരിപ്പിച്ചു. LDFന് ലീഡ് ലഭിക്കുന്നത് മുഴക്കുന്ന്, പായം, പേരാവൂർ പഞ്ചായത്തുകളിൽ മാത്രമാണ്. സണ്ണി ജോസഫിന് അയ്യൻകുന്ന് പഞ്ചായത്തിൽ 1 ലീഡ് ലഭിക്കുമെന്നും UDF പ്രതീക്ഷിക്കുന്നു. അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, പഞ്ചായത്ത് തിരിച്ചുള്ള കണക്കുകളാണ് പേരാവൂരിൽ ഇപ്പോൾ UDF മണ്ഡലം കമ്മിറ്റി കൊടുത്തിരിക്കുന്നത്. അതനുസരിച്ച് സണ്ണി ജോസഫിന് ടെൻഷൻ വേണ്ട. അല്പ ടെൻഷനിലായിരുന്നു സണ്ണി വക്കീലെന്ന് തോന്നുന്നു, അല്ലേ? ഡോക്ടർ തീർച്ചയായിട്ടും ഇപ്പോൾ മണ്ഡലം കമ്മിറ്റിയിൽ അവതരിപ്പിച്ചിട്ട കണക്ക് പ്രകാരമാണെങ്കിൽ സണ്ണി വക്കീലിന് നോ ടെൻഷൻ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 9,000 മുതൽ 14,000 വോട്ടിൻ്റെ ഇടയിൽ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കുമെന്നതാണ് ഇന്നലെ ചേർന്ന മണ്ഡലം കമ്മിറ്റി വിലയിരുത്തുന്നത്. ഓരോ പഞ്ചായത്തുകൾ തിരിച്ചുകൊണ്ട് തന്നെ കണക്ക് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ മുഴക്കുന്ന്, പായം, പേരാവൂർ പഞ്ചായത്തുകളിൽ മാത്രമായിരിക്കും LDFിൻ്റെ KK ശൈലജയ്ക്ക് ലീഡ് ലഭിക്കുക എന്നുള്ളതാണ് ഈ മണ്ഡലം കമ്മിറ്റി വിലയിരുത്തുന്നത്. മുഴക്കുന്ന് 800 മുതൽ 1,500 വോട്ടിന് ലീഡ് LDFിന് ലഭിക്കുമെന്നും പായത്ത് 2,000 മുതൽ 2,500 വോട്ടിൻ്റെ ലീഡ് LDFിന് ലഭിക്കുമെന്നും പേരാവൂരിൽ 200 മുതൽ 750 വോട്ടിൻ്റെ ഭൂരിപക്ഷം LDFിന് ലഭിക്കുമെന്നും UDF കണക്ക് കൂട്ടുന്നുണ്ട്. എന്നാൽ മറ്റ് ഗ്രാമപഞ്ചായത്തിലും ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലും UDFിനായിരിക്കും മേൽക്കൈ എന്നുള്ളതാണ് UDFിൻ്റെ വിലയിരുത്തൽ. ഇരിട്ടി മുനിസിപ്പാലിറ്റിയിൽ 1000 മുതൽ 1,500 വോട്ടിൻ്റെ ലീഡ് UDFിന് ലഭിക്കും. കൊട്ടിയൂരിൽ 2,000 മുതൽ 2,400 വോട്ടിൻ്റെ ലീഡ് ലഭിക്കും. കേളകത്ത് 1,600 വോട്ടിൻ്റെ ലീഡെങ്കിലും ചുരുങ്ങിയത് ലഭിക്കും എന്നുള്ള കണക്കുകൂട്ടലുണ്ട്. കണിച്ചാറിൽ 1,800 മുതൽ 2,000 വോട്ടിൻ്റെ ലീഡെങ്കിലും സണ്ണി ജോസഫ് സ്വന്തമാക്കും എന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത്. ആറളത്ത് 3,200 വോട്ടിൻ്റെതെങ്കിലും ചുരുങ്ങിയ ഭൂരിപക്ഷം സണ്ണി ജോസഫിനുണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിക്കുക അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലീഡ് സണ്ണി ജോസഫിന് നൽകുന്നത് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലായിരിക്കും. 4,500 മുതൽ 5,100 വോട്ടിൻ്റെ ഭൂരിപക്ഷമെങ്കിലും അയ്യൻകുന്ന് പഞ്ചായത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് UDFിൻ്റെ മണ്ഡലം കമ്മിറ്റി വിലയിരുത്തുന്നത്. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ 9,000 മുതൽ 14,000 വരെ അതിനിടയിലുള്ള ഭൂരിപക്ഷത്തിൽ സണ്ണി ജോസഫ് ജയിക്കുമെന്നുള്ളതാണ്. സണ്ണി ജോസഫിനെ പൊതുവിൽ പേരാവൂർ മണ്ഡലത്തിൽ UDF പ്രവർത്തകരൊക്കെ വിളിക്കാറുള്ളത് സണ്ണിച്ചായൻ എന്നാണ്. സണ്ണിച്ചായന് ഈ കണക്ക് പ്രകാരമാണെങ്കിൽ നോ ടെൻഷൻ. ഓക്കെ, താങ്ക് യു. സണ്ണിച്ചായന് നോ ടെൻഷൻ, ശൈലജ ടീച്ചറിനോ ഹൈ ടെൻഷൻ. അതാണ് സണ്ണിച്ചായന് നോ ടെൻഷൻ വന്നാൽ ശൈലജ ടീച്ചറിന് ഹൈ ടെൻഷൻ വരും എന്നുള്ളതാണ്. നേരിയ ഭൂരിപക്ഷമാണ് എന്നുള്ളതാണ് LDFിൻ്റെ വിശകലനം. എന്നാൽ UDF 9,000 പറയുമ്പോൾ ആത്മവിശ്വാസം UDFിന് ആ മണ്ഡലത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.